ശാർക്കരയെ യാഗശാലയാക്കി ഭക്തിയുടെ നിറവിൽ ആയിരങ്ങൾ ശാർക്കരേശ്വരിക്ക് പൊങ്കാലയർപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 ക്ഷേത്ര മേൽശാന്തി വെഞ്ഞാറമൂട് പാലൂർ മഠത്തിൽ കെ മാധവൻ പോറ്റി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവീസ്തുതികളോടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു. കത്തുന്ന വെയിലിലും നിറഞ്ഞു പൊങ്ങിയ പുകയ്ക്കും കീഴിൽ ദേവീകീർത്തനങ്ങൾ പകർന്ന കരുത്തിൽ ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് ഭക്തിനിർഭരമായ കാഴ്ച തന്നെയായിരുന്നു. മുൻ വർഷങ്ങളിലേക്കാളും അഭൂതപൂർവമായ ഭക്തജന പങ്കാളിത്തമാണ് ഇത്തവണ ശാർക്കര ദേശം കണ്ടത്. പൊങ്കാല അടുപ്പുകൾ ക്ഷേത്ര മതിൽക്കെട്ടും ശാർക്കര മൈതാനവും കടന്ന് ആൽത്തറമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്തേക്കും വലിയകട ഭാഗത്തേക്കും ശാർക്കര ബൈപ്പാസ് മേഖലയിലേക്കും നീണ്ടു. 12 മണിക്ക് തിളച്ചു പൊങ്ങിയ പൊങ്കാലക്കലങ്ങളിൽ നിവേദ്യം അർപ്പിച്ചതോടെ ജന്മസാഫല്യം നേടിയതിന്റെ നിർവൃതിയായിരുന്നു ഭക്തജനങ്ങളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞത്. വൻ പോലീസ് സന്നാഹവും അഗ്നിശമന സേനയും ശാർക്കരയിൽ തമ്പടിച്ചിരുന്നു. വാട്ടർ അതോറിറ്റി വകുപ്പും സ്തുത്യർഹമായ പങ്കാളിത്തത്തോടെ സേവന രംഗത്ത് സജീവമായിരുന്നു. രാഷ്ട്രീയ സംഘടനകളുടെ യുവജന വിഭാഗങ്ങളും മറ്റ് സന്നദ്ധ സേവന സംഘടനകളും ഭക്തജനങ്ങൾക്ക് ദാഹജല വിതരണത്തിനും ഭക്ഷണ വിതരണത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഭക്തജനങ്ങൾക്ക് ആതുര സേവനത്തിനായി 6ഓളം ആംബുലൻസുകളാണ് സജീവമായി രംഗത്തുണ്ടായിരുന്നത്. ശുചിത്വ മിഷന്റെയും ഹരിത മിഷന്റെയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മുക്തമായിട്ടായിരുന്നു പൊങ്കാല നടന്നത്. 4 ഫെബ്രുവരി 14 1199 കുംഭമാസം 1-ാം തീയതി ഇന്നേ ദിവസം ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം അതിഗംഭീരമായി ഇവിടെ നടന്നു വരികയാണ്. ഇതിനായി സഹകരിച്ച പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവർ, കേരള വാട്ടർ അതോറിറ്റി, ഫയർഫോഴ്സ്, മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉപദേശക സമിതിക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. അവർക്കുള്ള നന്ദി ദേവീനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഉപദേശക സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നന്ദി ദേവീനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കേരള ശുചിത്വ മിഷൻ്റെയും ഹരിത മിഷൻ്റെയും ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പൊങ്കാലയാണ് നമ്മളിവിടെ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഈ വർഷവും അത് തന്നെയാണ് പിന്തുടർന്നു പോകുന്നത്. പ്ലാസ്റ്റിക് മുക്തമായി തന്നെയാണ് പൊങ്കാല നടക്കുന്നത്. ഈ വർഷം അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഉപദേശക സമിതിയോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും സഹകരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നല്ല രീതിയിൽ ക്രമസമാധാനം പാലിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും വ്യക്തമായി നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്
ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇതുവരെ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നല്ല രീതിയിൽ നടത്തുവാൻ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. സേവാഭാരതിയുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഏകദേശം 6ഓളം ആംബുലൻസ് അടിയന്തര ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാനാഭാഗത്തും ക്രമീകരിച്ചിട്ടുണ്ട്. INTC-യുടെ നേതൃത്വത്തിൽ DYFI, INTC, സേവാഭാരതി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൈദ്യസഹായങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി തുടങ്ങിയതാണ് ഈ 25,000ഓളം അടുപ്പുകൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ ക്രമീകരിക്കുന്നതിന്. ക്ഷേത്രോപദേശക സമിതിയും ദേവീ ഭക്തരായ ഒരു കൂട്ടം നല്ല ജനങ്ങളും ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി 25,000-ഓളം ഏകദേശം 25,000-ഓളം അടുപ്പുകൾ ശർക്കര ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ക്രമീകരിക്കുകയും വളരെ ഭംഗിയായി ഈ പൊങ്കാല നടത്തുവാൻ സഹകരിച്ച ഭക്തജനങ്ങൾക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഉപദേശക സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നന്ദിയും കടപ്പാടും ദേവീനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.